ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥത ഇതൊക്കെ യേശുവിൻ്റെ കൃപയാ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദൈവം പറയാം, ഇപ്പം എല്ലാവരും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ എനിക്കും അനുഗ്രഹം കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോണേ എന്തിനാ? വീട് കിട്ടാൻ. അങ്ങനെ എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞ കേട്ടോ. മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ കല്യാണം, ഇതിലൊക്കെ ഞാൻ നന്നാകാനാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എൻ്റെ ക്യാരക്ടർ നന്നാകാനാണ്. ബൈബിളും അത് തന്നെയാണ് പറയണത്. യേശു പറയാം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനം പാലിക്കുക. അപ്പം ഞാൻ നന്നാകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുമ്പോൾ ഉദ്ദേശം. മറ്റുള്ളവർ നന്നായിട്ട് അവർ നിത്യജീവൻ്റെ ഉടമയായാൽ മാത്രം മതി, ഞാൻ രക്ഷപ്പെടണ്ടേ. ഇവിടെ പറയുക, യെശയ്യ എനിക്കിങ്ങനെ ഭയങ്കര തേങ്കട്ടയാട്ടോ. യെശയ്യ 60 എഴുന്നേക്കൂ, പ്രകാശിക്കൂ. ദൈവം പറയുക, നിന്റെ വെളിച്ചം എത്തിയിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ വെളിച്ചം എത്തി. കർത്താവിൻ്റെ തേജസ് നിന്റെ മേൽ ഉദയം ചെയ്തിരിക്കുന്നു. ആമീൻ ആമീൻ. എങ്കിലും ഇതാ ഭൂമിയെ ഇരുട്ട് വലയം ചെയ്തിരിക്കുന്നു, ജനപദങ്ങളെ കൂരിരുട്ടും. പക്ഷെ കർത്താവ് നിന്റെ മേൽ ഉദയം ചെയ്യും. ഇപ്പോൾ ലോകത്തിലേക്ക് നോക്കി അപ്പടിയും പ്രശ്നങ്ങളല്ലേ, നമ്മളത് നോക്കണ്ട. പക്ഷെ കർത്താവ് നിന്റെ മേൽ ഉദയം ചെയ്യും. അവൻ്റെ തേജസ് നിന്റെ മേൽ കാണപ്പെടുകയും ചെയ്യും. ഇപ്പം എല്ലാവരും കാണും അവൻ നമ്മുടെ മേൽ ഉദിച്ചത്. നീ ഇതിങ്ങനെ വായിച്ചോട്ടെ. യെശയ്യ 60. എൻ്റെ അപ്പാ സ്തോത്രം. വായിച്ചിട്ട് നിങ്ങളോട് ദൈവം സംസാരിക്കണമെന്ന് ഓർത്ത് ആമേൻ പറഞ്ഞ് അങ്ങ് ഏറ്റെടുത്തു. യേശുപ്പാ സ്തോത്രം. അപ്പോൾ പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ കൂപ്പൺ എടുക്കാൻ മൊത്തം ഇവിടെ തിരക്കായിട്ട് എടുത്തോളാം. 1000 റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വോച്ചർ കിട്ടും. പിന്നെ നമ്മുടെ രേവതി ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പം ഞാൻ അതിൻ്റെ തിരക്കിലാട്ടോ. നമ്മുടെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച നിങ്ങളെ ക്ഷണിക്കുവാണ്. 10:30 ആകുമ്പോൾ വന്നം, എല്ലാവരും വന്നം. ഞാൻ എല്ലാം മറന്നുപോയി. ഞാനിപ്പോൾ അവരോടൊക്കെ ചോദിക്കും, എനിക്ക് മൊത്തം ഒരു ഇങ്ങനെ വെളിവില്ല. അപ്പോൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരെ വിളിക്കണം, ഒന്നും നോക്കണ്ട. നിങ്ങളെൻ്റെ കുടുംബമാണ്. നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരണം. അപ്പം ഞാൻ എപ്പോഴും എന്ത് പരിപാടി നടത്തിയാലും ആരെയും വിളിക്കാൻ മറന്നു. അവരെന്നെ വിളിച്ച ചീത്ത പറയുമ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് പേടിപ്പിക്കും. അവരെയൊക്കെ ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളിപ്പോൾ എൻ്റെ കുടുംബത്തെ പോലെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടല്ലേ ഞാനിങ്ങനെ നിൽക്കണത്. നിങ്ങൾ മറ്റുള്ളവരെ വിളിക്കുക, നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കുടുംബത്തെ പോലെ ആവണം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷണിക്കുകയാണ് വന്നം. അപ്പോൾ രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. പിന്നെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെ വെബ്സൈറ്റ് ചാടി എടുത്തോട്ടോ. കുർത്തകൾ കാണിക്കും. അല്ലെങ്കിൽ 4 പിള്ളേരെ ഓൺലൈനിൽ പെട്ടെന്ന് കുർത്തയുടെ ഈ സൈസൊക്കെ തീർന്നേ, നല്ല പാറ്റേൺ ഒക്കെ വെറൈറ്റി കിട്ടണമെങ്കിലേ. ഇത് മൊഡാലിൻ്റെ നല്ല ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് ഷോളൊക്കെ കുഴപ്പമില്ല കേട്ടോ. നല്ല ഓർഗൻസ ഷോള് വേണ്ടോ. ടോപ്പും ബോട്ടും 1699 ആട്ടോ. തയ്ച്ച റെഡിമെയ്ഡ് കുർത്തകൾ ഇങ്ങനെ 1699. ഇതിന് ലൈനിങ് ഉണ്ടോ എന്ന് നോക്കിയേക്കാം. ആ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ടോപ്പ് ലൈനിങ്ങും ഹാൻഡ് വർക്കാ. മീഡിയം തൊട്ട് XXL വരെ എല്ലാ മോഡലും നമ്മൾ വെക്കണ്ടേ കുർത്തയിൽ. നമുക്ക് ഭയങ്കര ചിലവാണ് കുർത്ത. എല്ലാ സൈസും ഉണ്ട്. പിന്നെ ഞാൻ ഇട്ട് കാണിക്കണില്ലെന്ന് മാത്രം. നിങ്ങൾക്കിതൊക്കെ ഇട്ടാൽ ഭംഗിയായിരിക്കും. ഞാനിങ്ങനെ ഇട്ട പോലെ വെക്കണം. കാരണം എന്നാ വെച്ചാലേ എൻ്റെ വണ്ണം കാരണം എനിക്കിങ്ങനെ കോൺഫിഡൻസ് കിട്ടില്ല ഷോളൊക്കെ ഇല്ലാണ്ട് നിൽക്കാൻ. അത് കാരണം തടി കാരണം അത് കുറച്ചിട്ട് എന്ന് ഞാൻ കുർത്ത ഇടാനാണ്. ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. ഞാനിങ്ങനെ ഇട്ട പോലെയല്ലേ നിൽക്കണേ. അത് കറക്റ്റാണ്. 1699 ഞാൻ ഇട്ടതാണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കുർത്ത നമ്മൾ ഇട്ടതായിരുന്നു അല്ലേ. വേറെ 2-3 റോസിലൊക്കെ എംബ്രോയ്ഡറികൾ. ഇത് ഭയങ്കര ഡിമാൻഡുള്ള ആട്ടോ. ഇത് ടോപ്പ് മാത്രം ആട്ടോ. ഇവിടെ എംബ്രോയ്ഡറി ആട്ടോ, ആപ്ലിക്ക് വർക്ക് പോലത്തെ എംബ്രോയ്ഡറി. മൽക്കോട്ടനിലാണ്. കൈക്ക് ലൈനിങ് ഇല്ല, ടോപ്പിന് ലൈനിങ് ഉണ്ട്. ടോപ്പ് മാത്രമേ. വൈറ്റൊക്കെ വേണമെങ്കിൽ ബോട്ട ഇട്ടാൽ മതി. ബോട്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയണേ, എൻ്റെ പ്രായമൊക്കെ ഉള്ളവരൊക്കെ ഈ ഇങ്ങനെ തന്നെ ഇത് തന്നെ ഇടുന്നേ. എന്തിനാ ഈ ബോട്ടമൊക്കെ വലിച്ചു തരുന്നേ? കാലൊക്കെ മടക്കാനൊക്കെ എന്നാ പാടാ. ബോട്ടം നിങ്ങൾ ഇടാണ്ടൊന്നും ഇടുക. ഇത് ഇട്ട് നോക്കുക. 1190. ശരിക്കും നമ്മളൊക്കെ ഫ്രോക്ക് ഇടേണ്ടത് മീഡിയം തൊട്ട് XXL വരെ. നിങ്ങൾ ഓർക്ക് ഞാൻ എന്നിട്ട് എന്ത് ഇടാതെ നിങ്ങളൊന്നും ഇടുന്ന. എന്നിട്ട് എനിക്ക് ഇടാൻ പൊടിയായിട്ടാണ്. അടിപൊളി. ഇവിടെ ഫ്രില്ലുണ്ട്, വയറും അറിയില്ല.
ബാക്ക് ഇങ്ങനെ 3 പീസ് കട്ടിങ് ആണ്. ഇത് 3 പീസ് കട്ടിങ് ഒക്കെ ആട്ടോ, നല്ല കഷ്ടപ്പെട്ട് തയ്ച്ചേക്കണേ. അത് അപ്പോൾ നമുക്ക് ഇടുമ്പോഴൊക്കെ നല്ല കറക്റ്റായിരിക്കും. ഇതിൻ്റെ എത്ര 1190 ഉള്ളൂ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഇത് നല്ല മൽക്കോട്ടനിൽ എംബ്രോയ്ഡറി, നിറച്ച് എംബ്രോയ്ഡറി ഇങ്ങനെ ഏലയും പോലെയൊക്കെ തയ്ച്ചേക്കണം. പക്ഷെ അടിയിലൊരു ചെറിയ സ്ലിറ്റ് ഉണ്ട്, ബോട്ടം ഉണ്ട് കേട്ടോ. ഫുൾ എംബ്രോയ്ഡറി ആണ്. ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ടാട്ടോ. 1390. നല്ല കളറും 1399. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഫുൾ കോളറും ഉണ്ട്, എംബ്രോയ്ഡറി ഉണ്ട്. നല്ലതാട്ടോ. ഇത് നമ്മുടെ ആലിയക്കട്ട്. ആലിയ ഇങ്ങനത്തെ ഒരു കുർത്ത ഇട്ട കാരണം ഇന്ത്യ മുഴുവൻ ആലിയക്കട്ടായല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ലണ്ടനിലെ ഏതോ ഗാർഡനിൽ ചെടി പൂത്തിക്കണേൽ ഈ ആലിയക്കെട്ടിട്ട് നമുക്കുണ്ടായിരുന്നു ആ കുർത്ത. നമ്മുടെ എടുത്താണോ എന്നറിയാൻ കൊള്ളാം. ഒരാളിങ്ങനെ നടന്നു പോടും. ഇന്ത്യക്കാരിയാ, മലയാളിയാ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. എത്രയാ? 890. 890. പാക്കിങ്ങിന് കേട്ടോ. റയോൺ ആട്ടോ മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽ. ഇത് ബ്ലോക്ക് പ്രിൻ്റാ. ഈ മൽക്കോട്ടനിൽ തന്നെ കലങ്കാരിയുടെ ഓവർകോട്ട് പാൻറ്റും ഉണ്ട് കേട്ടോ. നല്ലൊരു സെറ്റ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് തീരും കേട്ടോ. 1399 ഉള്ളൂ കേട്ടോ. ഇത് ലൈനിങ് ഇല്ല കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ടോപ്പ് ഇടാം അല്ലേ? കണക്റ്റഡ് ആണോ? അല്ലല്ലോ. അതിൻ്റെ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ സെപ്പറേറ്റ് കാണിച്ചു തരാം. 1399 രൂപയേ ഉള്ളൂ. ബാക്കിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും. ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. ടോപ്പിങ് ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടിടാം. എൻ്റെ ബോട്ടം എന്ത് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, സ്ലീവ്ലെസ് ആയിട്ട്. ഇതാണ് ഓവർകോട്ട്. ഇതിൻ്റെ അടിയിൽ വേറെ ഉണ്ടെങ്കിലും ഇടാം. മൊത്തം 1399 ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഈ സംഭവം കണ്ടത്. ഇത് നമുക്കിടെ ആ മൽക്കോട്ടൻ്റെ കനം എന്ന് പറയണേ ഇല്ല കേട്ടോ. അയ്യോ, സൈഡ് ഓപ്പൺ ആട്ടോ. ഷോളുണ്ട്, ബോട്ടും. ആർക്കും ലൈനിങ് വേണ്ട, എല്ലാവരും ഇപ്പോൾ കുർത്തായിട്ടായല്ലോ. 1199. 1199. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡാണോ അത്? 1199 ഉള്ളൂ കേട്ടോ. ഒരു കനവും ഇല്ല, നല്ലതല്ലേ ഷോൾ ചെയ്താവും. ലൈനിങ് ഇല്ല, ഇതിന് ഇത്രയും ലൈനിങ് മതി. സെയിം കളർ ബോട്ടം പ്രിന്റ്, ഷോളും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആര് നോക്കാനാ? ഇപ്പം അങ്ങനെ ആരും നോക്കൂല. പണ്ടൊക്കെ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കണം, പുഴയിൽ, കുളത്തിൽ, അവിടെ കരയിൽ. ഇപ്പം ആരാ? അവർക്ക് മൊബൈൽ ഓൺ ചെയ്താൽ എല്ലാം ലൈവായിട്ട് കാണാം. പിന്നെ ഇപ്പം എന്തിനാണ് ഇങ്ങനത്തെ കഷ്ടപ്പാടുകാരനെ ഒന്നും ആരും ഇല്ല. നമുക്ക് തോന്നല നമ്മളെ അവിടെ നോക്കും ഇവിടെ നോക്കുന്നവർ നോക്കട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആരും നോക്കൂല. നമ്മൾ ഇങ്ങനെ നമ്മുടെ കംഫർട്ടാണ് ഡ്രസ്സൊക്കെ. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇതിന് 1399 അല്ല 1199 ഉള്ളൂ കേട്ടോ. അത് ഭയങ്കര വിലക്കുറവാണ്. ചോക്കും പോകുന്ന ഷോളൂടെ. ഇതേ ഷോള്, ചുങ്കടി ഷോള് 190 കേട്ടോ. ടീൽ ബ്ലൂ, മുന്തിരി കളർ. ഇനി ഇത് ലൈനിങ് ഇല്ല, ഇവിടെ യോക്കിൽ വർക്ക്. നല്ല രസം. ഇങ്ങനത്തെയാണ് ഞാൻ
ബ്ലാക്കിൽ ഈ വർക്കുള്ളതാണ് ഞാൻ കാശ്മീർ ടൂറിന് പുറത്തേട്ടത്. ബോട്ട് ഓരോ ടൂറിനും ഓരോ പെട്ടി തുണിയുണ്ട്. പിന്നെ അടുത്ത ടൂർ വരുമ്പോൾ വേറെ ഡ്രസ്സായിരിക്കും. കുറേ ഫ്രോക്ക് അടിച്ചു വെച്ചായിരുന്നു സിംഗപ്പൂരിന് വരുമ്പോൾ. 1399. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ഫ്രോക്ക് ഒന്ന് ഇട്ടാൽ മതിയായിരുന്നു. ഇത് കുർത്ത 1399 ഉള്ളൂ. നല്ല രസമുള്ള തുണിയാട്ടോ. ഇവിടെ യോക്കിൽ ഇങ്ങനെ ഇതുള്ള കാരണം നമുക്കതൊരു കംഫോർട്ടുമാണ്. ലൈനിങ് ഇല്ലേലും ഇവിടെ ഇതുണ്ട്. അപ്പം നമുക്കത് പിന്നെ ഷോളും ബോട്ടും 1399. ഇതിൻ്റെ വേറെ പ്രിൻ്റ് എക്സലും ഡബിൾ എക്സലും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അതിനെ പോലും മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ വന്നത്? ഈ പ്രിൻ്റ് ഡബിൾ എക്സലും മറ്റത് എക്സലും ഉള്ളൂ. അത് തന്നെ പോലും അങ്ങനെ. അപ്പോൾ എക്സലുകാരും ഡബിൾ എക്സലുകാരും മാത്രം എടുത്താൽ മതി. അതൊക്കെ എങ്ങനെയാണോ? ഇതോ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. എക്സലും ഡബിൾ എക്സലും എല്ലാത്തിനും ഉണ്ടെന്നേ. ഇതോ എക്സലിലും ഡബിൾ എക്സലിലും ഉണ്ട്. ഓ അടുത്ത പ്രിന്റ് ഡബിൾ എക്സല്. എനിക്കും വെളുകൊണ്ടേ. ഈ പ്രിന്റ് എക്സലില് ഇതുപോലത്തെ മഞ്ഞയുടെ ഇവിടെ ഇച്ചിരി വ്യത്യാസമുള്ള പ്രിന്റ് ഡബിൾ എക്സല്. എക്സലും ഡബിൾ എക്സലും ഉള്ളൂ കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ. വലിയ പ്രിന്റ് ഡബിൾ എക്സല് അല്ലേ? ഇതന്നെ അവരിങ്ങനെ തയ്ച്ചു വെച്ചാൽ എന്ത് തലവേന. ഇത് എത്രയാണ് വില? 1399 ആട്ടോ. ഈ യോക്കിൽ ഇങ്ങനെ പാച്ച് വർക്കോ ആപ്ലിക്ക് വർക്കോ ഒക്കെ ഉള്ള സെറ്റ് നമുക്ക് ഭയങ്കര ഗ്രാൻഡാട്ടോ. നല്ല രസം. ഇങ്ങനത്തെ ചുരിദാർ സെറ്റ് വരെ തുണിക്ക് നല്ല വിലയല്ലേ. അപ്പോൾ 1399 തയ്ച്ച് കിട്ടുമ്പോൾ നല്ല സംഭവമല്ലേ. ഇത് ബാക്കിൽ എലാസ്റ്റിക് ഇട്ട ഫ്രണ്ട് പടിയുള്ള ബോട്ടം. ഇത് 3 പീസ് കട്ടിങ് ആട്ടോ. ഫ്രണ്ട് മാത്രം പ്രിൻസസ് കട്ട്, ബാക്കി ലൈനും. ഓഹോ, ബാക്കി കട്ടിങ് ഇല്ല, ഫ്രണ്ടിലിങ്ങനെ പ്രിൻസസ് കട്ട്. അപ്പോൾ നല്ല രസമായിരിക്കും ഷേപ്പൊക്കെ. നല്ലൊരു സോഫ്റ്റ് സിൽക്ക് തുണിയാട്ടോ. അതെ, നല്ലൊരു മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ്. ഇതിൻ്റെ ഏതാണ്ട് പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു. വത്തിക്കാൻ സിറ്റി എന്നോ വത്തിക്കാൻ, അത് ഇതല്ലേ? വത്തിക്കാൻ സിൽക്ക് എന്ന് ഏതോ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇതിൽ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. 950. അപ്പോൾ ഏതൊക്കെയോ എടുക്കുമ്പോൾ പറയും വത്തിക്കാൻ സിൽക്ക് എന്ന്. എല്ലാം കൂടെ കൂടെ മറന്നു പോവുക. എതുകൊണ്ട് വരാൻ മറന്നു. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ കേട്ടോ. നല്ല രസമല്ലേ, നല്ല പാറ്റേൺ. എത്ര റേറ്റ്? 950 ഉള്ളൂ കേട്ടോ. ലൈനിങ് ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ല രസമുള്ള സെറ്റാണ് കേട്ടോ. ലൈനിങ് ഇല്ല കേട്ടോ. ഇത് നേരിലൊന്നും അങ്ങനെ അടിക്കില്ല. അതെ, വത്തിക്കാൻ സിൽക്കാണോ ഇത്? എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് കാണിക്കണേ. ഇതിൻ്റെ എല്ലാ ഷെയ്ഡും വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി കളറൂടെ വന്നിട്ടുണ്ട് എപ്പോഴും. കാരണം എന്നാ വെച്ചാൽ ഇതിങ്ങനെ ബോട്ടത്തിൻ്റെ അടിയിലൊക്കെ വർക്കുണ്ട്, കൈയുടെ അടിയിൽ വർക്കുണ്ട്. 1599 വിലയുള്ളൂ. ഇടുപ്പ് എല്ലാവർക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാരണമാണ് ഈ കുർത്ത ഇതുപോലെ. കുർത്തയിൽ ഏറ്റവും അധികം പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഏറ്റവും അധികം ജനം എടുക്കുന്നതാണ്. അറിയാണ്ട് നമ്മളിനി ഇനിയിപ്പൊന്നും എടുക്കണില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എടുത്തല്ലോ എന്ന് നോക്കുമ്പോൾ, പക്ഷെ എന്നാലും ഇവിടെ വരുന്നവർ ഇതും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അറിയാണ്ട് എടുത്തു. ഇടുമ്പോൾ ഭയങ്കര രസമാണ്. 1599. എനിക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഇറക്കിയെന്ന് തോന്നുന്നു. ഇപ്പോൾ വേറെയൊക്കെ സൈറ്റിലൊക്കെ കണ്ടത്. പിന്നെ ഞങ്ങൾക്കത് കാരണം ഒത്തിരി ഓർഡർ കിട്ടി. അവർ പറഞ്ഞു ഡീലർമാരുടെ എടുത്തിട്ട് എൻ്റെ ഫോട്ടോ സൈതും ചെന്നാണ് തോന്നിയതുണ്ട്. പലയിടത്തായിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ സൂറത്തേക്കടെയൊക്കെ വട്ടം കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ റണ്ണിങ് കാണിക്കുമ്പോഴും. അത് കാരണം എല്ലാവരും എന്നെ അറിയുമായിരിക്കും. എവിടെ പോകാൻ പാടില്ല. ഇങ്ങനെ ഫോട്ടോ സഹിതം ചെറിയ ഈ തുണിയുണ്ടോ ഈ തുണിയുണ്ടോ എന്ന് ചോദിച്ചു. 1599. ഈ കളർ നമ്മൾ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യണേ കേട്ടോ. ഇടുമ്പോൾ ഭയങ്കര രസമാട്ടോ ഈ സെറ്റ്. ബാക്കൊക്കെ ഇങ്ങനെ നല്ല ഒതുക്കമൊക്കെ ഉണ്ട്. കട്ട് ചെയ്താട്ടോ. അതായത് ഇതിൻ്റെ ഇത് 3 പീസൊക്കെയാണ് ബാക്കൊക്കെ. ഇത് കണ്ടോ, ഫ്രണ്ടും ഒക്കെ കട്ട് ചെയ്താൽ
ഇങ്ങനെ കട്ടിങ് കൂടി ഉണ്ട്. അത് കാരണം അത് ഇടുമ്പോൾ എല്ലാം പെർഫെക്റ്റാണ്. ഇതിങ്ങനെ ഇത് കണ്ടോ, കുഞ്ഞ് പീസായിട്ട് തയ്ച്ചേക്കണം കേട്ടോ. ഈ പാനൽ കട്ടിങ് ഇതേ കണ്ടോ, എത്ര പീസ് ഉണ്ടെന്ന് കേട്ടോ. 1 2 3 4 5 6 7 8 ഫ്രണ്ടും ബാക്കിലൂടെ 16 പീസ്. ഇതേ ഇതിൻ്റെ തടം കണ്ടോ കേട്ടോ, ഇതേ കണ്ടോ. ഓയ്യോ, പീസ് വെട്ടി ഇത്രയും തടം അമ്പർല അല്ലാണ്ട് അത് ഈ ഒരു റയോൺ പോലത്തെ മെറ്റീരിയലും കേട്ടോ. ഭയങ്കര രസം, ലൈനിങ് ഇല്ലാത്ത റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ. ചുവപ്പ് മാത്രമല്ലോ. 899 ഉള്ളൂ കേട്ടോ. നല്ല ഡ്രസ്സ് കേട്ടോ. ഇതിനൊന്നും പാൻറ്റൊന്നും ഇടണ്ട, അത് ഇങ്ങനെയൊക്കെ ഫ്രോക്കൊക്കെ ഇട്ടാൽ മതി. മീഡിയം തൊട്ട് ഡബിൾ എക്സ്. ഞാനിങ്ങനെ പറഞ്ഞ എല്ലാവരും പാൻറ് ഇടാണ്ട് ഫ്രോക്ക് മാത്രമേ ഇടും. അത് അന്നേരം ഞാനും ഇടും. ഇത് എന്നായാലും സൂപ്പർ ഹിറ്റാട്ടോ. ഞാൻ ഈ പിള്ളേരോട് പറയുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മിഡി ഭയങ്കര ഫാഷനായിരുന്നു. +1 ഞാൻ ട്രിവാൻഡ്രായിരുന്നല്ലോ. മിഡിയുടെ അടിയിൽ ഒരു എലാസ്റ്റിക് ഇട്ട് അതിന് പേരുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ആ സാധനം 10 രൂപ 5 രൂപ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എലാസ്റ്റിക് ഇട്ടിട്ട് അരികത്തൊരു ലേസുള്ള അത് ബ്ലാക്കും വൈറ്റും ഒക്കെ കിട്ടുമായിരുന്നു. ഷിമ്മിയൊന്നും അന്ന് ഇടയിലില്ലായിരുന്നു. പിന്നെ ഒരു ചോപ്പ് കൊടുത്തിടും. പിന്നെ അന്ന് വായ്പാ പദ്ധതിയിലായിരുന്നു. ഞാൻ ഈ പട്ടിക്കാട്ടിൽ നിന്ന് നിന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എൻ്റെ അമ്മയെ കേരളത്തിലെ ഏറ്റവും വലിയ റിച്ച് ആൾക്കാർ YWCയിലായിരുന്നു. അതിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഫാഷൻ ഇതുവരെ ഇവിടെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ചെരുപ്പൊക്കെ മുട്ടുവരെ വള്ളി വെച്ച് കെട്ടുമ്പോൾ ബ്ലാക്ക് നൂലും കൊണ്ട്, ഇങ്ങനെ കറുത്ത നൂലും കൊണ്ട് പതിഞ്ഞ ഒരു ചെരുപ്പോട്ട് വള്ളി കെട്ടി മുട്ടിൻ്റെ അവിടം വരെ എന്തൊരു ഭംഗിയായിരുന്നു ഒരേ ഫാഷൻ. ഇപ്പോഴും ആ ഡ്രസ്സുകൾ എൻ്റെ ഓർമ്മ. മിക്കവരുടെയും ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ കോളേജിൽ ഷൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡോബിയുടെ അടുത്ത് നിന്ന് കഴുകി കൊടുത്താൽ മതി. അങ്ങനെയാണ്. അടിപൊളി. ആരും എൻ്റെ ഡ്രസ്സ് ചോദിച്ചിട്ടില്ല കേട്ടോ. പാവാടയും ബ്ലൗസ് മറിച്ചൊന്നുകൊണ്ട് അങ്ങോട്ട് പോയാൽ നല്ല ഡ്രസ്സ്. ടീൽ ബ്ലൂ ഇതിൻ്റെ 2-3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതെന്നായാലും നല്ലതായിരിക്കും. ഇതൊക്കെ ഫ്രോക്കായിട്ടിട്ടു. ഇതിന് എത്രയാകും? 899. ആ വിലയ്ക്ക് ഒത്തിരി നല്ലതാട്ടോ. ഈ ഉടുപ്പ് ഇതെപ്പോഴും നമുക്ക് ചിലവാട്ടോ. 599 അല്ലേ, 599 ഉള്ളൂ. ആ വിലയാണ്, തയ്യൽക്കൂലിയുടെ കാശുള്ളൂ. മീഡിയം തൊട്ട് ഡബിൾസിൽ. ഇതിൻ്റെ ലൈനിങ്ങും തുണിയുടെ പീസും ഫ്രീ. 599 രൂപയ്ക്ക് പോലും നിങ്ങൾ തയ്ച്ചു കിട്ടുമോ. ബാക്കി ഇങ്ങനെ കേട്ടോ. എപ്പോഴും പെട്ടെന്ന് തീരെ വെക്കേഷനൊക്കെ അല്ലേ പിള്ളേർക്ക് ഇടാനൊക്കെ. ഇല്ല, പിള്ളേരൊന്നുമല്ല, വലിയവരൊക്കെ ഇതെടുക്കും. ഇത് വലിയവരുടെ കുർത്തയാട്ടോ. 599 രൂപയുള്ളൂ. ഡബിൾസിൽ തൊട്ട് 4X വരെ റയോൺ മെറ്റീരിയലാണ്. 599 രൂപയുള്ളൂ. അത്രയും തുണി എന്ന് പറഞ്ഞാൽ ഈ ഇലയിലാണ് 3 മീറ്റർ തുണി വേണം ഇത് അടിക്കാൻ. എന്നിട്ട് 599 രൂപയുള്ളൂ. റയോൺ മെറ്റീരിയലിന് ഒരുമാതിരി നല്ല വിലയുണ്ടല്ലോ. ഇത് ഡബിൾസിൽ തൊട്ട് 5X വരെയുണ്ട് കേട്ടോ. 599. ഫോറക്സിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്ന് എല്ലാം ഫോറക്സിലാണ് ആ കെട്ട്. കംപ്ലീറ്റ് ഫോറക്സിലാണ്. ഇത് ഫോറക്സിൽ മാത്രമേ ഉള്ളൂ. അവരെടുത്ത് വെച്ച പോലെ അത് തെറ്റിപ്പോയതാണോ? ഇനി ഷോള് നോക്കാവേ. ഇത് നമ്മുടെ റയോണിൻ്റെ 499. കഴിഞ്ഞ തവണ വേറെ പ്രിൻ്റ് കാണിച്ചേ. 499 നമ്മുടെ സൂപ്പർ ഹിറ്റാട്ടോ. ഇത് ഏറ്റവും അധികം വിൽക്കുന്ന സംഭവം. കഴിയുമ്പോൾ 499. പെട്ടെന്ന് എടുത്തോട്ടോ, പെട്ടെന്ന് തീരും കേട്ടോ. എന്ത് സുഖം. ശരിക്കും ഒറിജിനൽ മൊഡാൽ പോലെ തോന്നിക്കും. എല്ലാം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എല്ലാം
നല്ലൊരു മറിച്ചാണല്ലേ, ഇത് നല്ല വശം ഇതല്ലേ, ചുമ്മാ തെറ്റിക്കും, ഇതാ നല്ലത്. ഇത് 299. അല്ല ബുട്ട ക്രേപ്പിൽ 299. ഇത് 3 ഷെയ്ഡേ ഉള്ളൂ കേട്ടോ. 399 ഷോളാട്ടോ. ഇത് 299 തന്നെയെന്ന് വെച്ചാൽ ഇത് കുറേ വരുത്തിയായിരുന്നു. അപ്പോൾ ഇനി 2-3 ഷെയ്ഡേ ഉള്ളൂ, അത് കാരണം. 2 വീഡിയോ മുമ്പ് നമ്മൾ 399 എടുത്താൽ ഇത് 299. ഇഞ്ചട്ട് കളറുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ തീർന്നോട്ടോ. അപ്പോൾ ഇട്ടിട്ട് പോകണ കാര്യം മറക്കണത് രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ ചൊവ്വാഴ്ച വന്നം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശമ്പളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചൊവ്വാഴ്ച 10:00 കാണാം.